ഹലോ ഗായ്സ്, നമ്മുടെ ഗാർഡൻ നിറയെ പൂക്കളിട്ട് എല്ലാ ദിവസവും ഇതുപോലെ നിൽക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. സോ അതിന് പറ്റിയൊരു പ്ലാന്റ് ആയിട്ടുള്ള ചെത്തിച്ചെടിയുടെ വിശേഷങ്ങളാണ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ലാസ്റ്റ് വരെ കാണണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പ്ലാന്റ് ഇതുപോലെ നിറയെ പൂക്കളിടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഈ ഒരു ചെടീനെ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നല്ല വെയിൽ കിട്ടിയാലേ ഇതുപോലെ എപ്പോഴും പൂക്കൾ ഈ ഒരു ചെടിയിൽ ഉണ്ടാവുള്ളൂ. അതിപ്പോൾ ചെടിച്ചട്ടി നട്ടുപിടിപ്പിക്കാനായാലും ഇതുപോലെ ബോർഡറായിട്ട് നട്ടുപിടിപ്പിക്കാനായാലും വെയിൽ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഡെയിലി വാട്ടറിങ് ആവശ്യമുള്ളൊരു പ്ലാന്റാണ്. കാരണം നല്ല വെയിലത്തായിരിക്കുമല്ലോ ഈ ഒരു പ്ലാന്റ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ട് പൂക്കൾ വേഗത്തിൽ വരാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന പൂക്കളൊക്കെ പെട്ടെന്നൊന്നും വാടിപ്പോവില്ല. കുറച്ച് ദിവസം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും. അതിനുശേഷം അത് വാടിപ്പോവും. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിൻ്റെ തണ്ടിൻ്റെ അറ്റത്തെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡെയിലി വാട്ടറിങ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പുതിയ പുതിയ മുളകൾ വന്നോളും സൈഡിൽ നിന്ന്. അപ്പോൾ ആ മുളകളുടെ ഉള്ളിൽ നിന്ന് പുതിയ മുട്ടുകളും കൂടി വന്നോളും. അപ്പോൾ വേഗത്തിൽ തന്നെ അടുത്ത സെക്ഷൻ പൂക്കൾ ഇട്ട് നിന്നോളും. അപ്പോൾ എങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വർഷത്തിൽ എല്ലാ ദിവസവും മിക്ക ദിവസവും ഇതിൽ പൂക്കൾ ഉണ്ടായിക്കോളും. ഇപ്പോൾ മഴക്കാലം ആണെങ്കിൽ കൂടിയും ഇതിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ. സാധാരണ ചെത്തിയുമൊക്കെ നമ്മൾ ഇത്രയും ഭംഗിയുള്ള കൊട പോലെ നമുക്ക് കാണുമ്പോൾ തന്നെ അത് കൊട പോലെ നല്ല ഭംഗിയായിട്ട് ചില സമയത്തൊക്കെ ഈ ഇലകളൊന്നും കാണില്ല. അതുപോലെ നിറയെ പൂക്കൾ ഇട്ടിട്ടുണ്ടാവും. പിന്നെ എല്ലാവരും ഇവിടെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് എന്ത് വളമാണ് ഇട്ട് കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം, എല്ലുപൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇങ്ങനെ മുറ്റത്ത് ഇട്ട് കഴിയുമ്പോൾ പുല്ല് വളരാൻ ചാൻസ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ അത് ഇടാറില്ല. വല്ലപ്പോഴും വല്ല എല്ലുപൊടി അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാറുള്ളൂ. എപ്പോഴും അങ്ങനെ വളമൊന്നും ഞങ്ങൾ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. നന്നായിട്ട് വാട്ടറിങ് ചെയ്ത് കൊടുക്കും. ഡെയിലി വെയിലുള്ള സ്ഥലത്ത് വെച്ചേക്കുന്നു. പിന്നെ ഇടയ്ക്ക് വല്ല വളമിട്ട് കൊടുത്താൽ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ബോർഡറായിട്ട് നടുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെടിച്ചട്ടിലാകുമ്പോൾ ആ ചെറിയൊരു ചെടിച്ചട്ടിയിൽ സ്പേസിലല്ലേ ഇതിന് വളരാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ അതിൻ്റെ വേരൊക്കെ നല്ല ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ആ വേരിൽ നിന്നും പുതിയ പുതിയ തൈകൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ നിന്നും ഇതുപോലെ ഇങ്ങനെ എക്സ്ട്രാ തൈകൾ നമുക്ക് ഒത്തിരി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. വെയിലുള്ള സ്ഥലത്തിന് നട്ടുപിടിപ്പിക്കുക, ഡെയിലി വാട്ടറിങ് കൊടുക്കുക, ആവശ്യത്തിന് വളം കൊടുക്കുക. പിന്നെ പൂക്കളിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയെടുത്താൽ പുതിയ മുട്ടുകൾ ഇഷ്ടംപോലെ വന്നോളും. പിന്നെ ഈ പ്ലാന്റിന് നമുക്ക് പല പല ഷേപ്പിലൊക്കെ വെട്ടി നിർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ്. കുറച്ചും കൂടി ഹൈറ്റിലൊക്കെ വെപ്പിച്ചിട്ട് ഇനി കുറച്ചും കൂടി ഐഡിയ ഒക്കെ ഉള്ളവരാണെങ്കിൽ പല ഷേപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഗാർഡൻ കുറച്ചും കൂടി ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മീതെ മരങ്ങളോ അങ്ങനെ ചോലയിലൊന്നും നട്ടു കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ പൂക്കളിടില്ല. നമ്മുടെ വീഡിയോസൊക്കെ പണ്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഇവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മരം ഉള്ളതുകൊണ്ട് ഈ ഒരു ചെത്തിയൊന്നും പൂവിടാറുണ്ടായിരുന്നില്ല. അത് പോയി കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ നിറയെ പൂക്കളിട്ടത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ചെത്തിപ്പൂവിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. പുതിയ ചെടികളുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.